ഹായ് ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് നമ്മുടെ 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജിക്കായ ഒരു രുചിയിലേക്ക് പോയാലോ? വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം പാൽ കേക്ക്. നമ്മൾ വെട്ട് കേക്കൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളും കഴിക്കുന്നുണ്ടാകാം. നമുക്കിന്ന് അതിന് പകരം ഒരു പാൽ കേക്ക് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഒരു കവറ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ പാക്കറ്റ് പാൽപ്പൊടി അതെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ എടുത്ത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ചേർത്തേക്കുന്നത് നമ്മുടെ സോഡാപ്പൊടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് അടുപ്പിച്ച് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാനതൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഒരു ബൗളെടുത്തിട്ട് കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. ഞാൻ ബട്ടർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തണുപ്പ് പോകാനായിട്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ പാൽ കേക്ക് 2 തരത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. മാവ് ഒന്ന് തന്നെയാണ്, പക്ഷെ 2 രീതിയിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബട്ടറും മുട്ടയും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവിലോട്ട് ഈ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവം പോലെ ചേർക്കാം. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാം കേട്ടോ. മൈദ മാവിന് തന്നെയായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഞാനൊരു ഹെൽത്തി വേർഷന് ചെയ്തു എന്ന് മാത്രം. പാൽ കേക്ക് കൂടുതലും ഉണ്ടാക്കുന്നത് മൈദ മാവിൽ തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം മാവ് അത് തന്നെ യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ മാവിന് കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു ചപ്പാത്തി പലകയിലിട്ട് അതൊന്ന് നിരത്തിയെടുക്കാം. കുറച്ച് മാവോടിയും കൂടെ തൂറ്റിയിട്ട് വേണം അതൊന്ന് നിരത്തിയെടുക്കാനായിട്ട്. മാവോടി തൂവി കൊടുക്കുന്നുണ്ട്. ശേഷം മാവ് വെച്ച് നമുക്കൊന്ന് നിരത്താം. അധികം കട്ടി കുറയാതെ വേണം അതൊന്ന് നിരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് നിരത്തി. ഇനി നമുക്കതൊന്ന് ഷേപ്പിന് വെട്ടിയെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ സൈഡെല്ലാം ഫസ്റ്റ് ഒന്ന് വെട്ടി മാറ്റുന്നുണ്ട്. ശേഷം ഒരു സ്ക്വയറുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഞാനത് പല ഷേപ്പിലാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റാർ ഷേപ്പും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് നമ്മുടെ പണിപ്പുരയിലോട്ട് പോകാം. പാത്രം വയ്ക്കുക, എണ്ണ ഒഴിക്കുക, എണ്ണ ചൂടാക്കുക.
ഞാൻ ഒഴിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നാണ്. ഇപ്പോൾ ഓരോന്നോരായിട്ട് ഞാൻ എടുത്തിടുന്നുണ്ട്. ഇനി കരിയാണ്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് കരിയരുത്, നല്ല രീതിയിൽ ആക്കുമൊക്കെ ഒന്ന് വെന്ത് പുറമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കൊന്ന് നോക്കാം. ഇനി ഞാൻ അപ്പുറത്ത് കുറച്ച് പഞ്ചസാര പാനിയാക്കാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ കേക്ക് ഇതുപോലെ തന്നെ കഴിക്കാം, പാനിയിലൊന്നും ഇടാണ്ട് തന്നെ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം, അലിയിച്ച് വറ്റിച്ചെടുക്കാം നമുക്ക് നമ്മുടെ പഞ്ചസാര പാനി. തിളപ്പിച്ചാൽ മാത്രം പോരാ കേട്ടോ, നന്നായിട്ട് ആ പാനി ഒന്ന് വറ്റിയെടുക്കണം. നമ്മുടെ നൂൽപ്പാവ് കാച്ചുക എന്ന് പറയില്ലേ, ആ ഒരു പരുവം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുണ്ടാക്കുന്ന ആ കേക്ക് മറന്നു പോകരുത്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്തു, ആക്കുമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പഞ്ചസാര പാനിയും സൂപ്പറായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ കേക്കായിട്ടെടുത്ത് നമ്മുടെ പാനിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ യമ്മിയായ പാൽ കേക്കിൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ പഞ്ചസാര പാവിൽ കിടന്നതൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ ഫസ്റ്റ് ഞാനതൊന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ അതിലൊന്ന് തണുത്ത് വന്നപ്പം പൊടി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഇനി നമ്മുടെ സെക്കൻഡ് സെക്ഷൻ നോക്കാം. അതിന് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് അതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം അതൊന്ന് കാരമലൈസ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വെച്ച ബാറ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ചുണ്ടാക്കിയിട്ടാണ് ഞാൻ നമ്മുടെ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് മാറ്റിയത്. ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പുറത്ത് കിടക്കുന്നത്. അങ്ങനെ ഞാൻ കാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാര അവിടെ ഇളക്കുകയാണ്. കൂട്ടത്തിൽ കേക്കൊന്ന് മറിച്ചിടുന്നുണ്ട്. ഈ കേക്ക് മറിച്ചിടുന്ന കൂട്ടത്തിൽ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ച കാര്യം മറക്കരുത്. കാരണം അത് കരിഞ്ഞു പോയ ഒരു അതിരി എന്തോ പറയുക, കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതും അവിടെ കിടന്ന് മെൽറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ അത് കേക്കും വേകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്കൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ബ്രൗണിഷ് കളർ ആവാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ കേക്കൊന്ന് സെറ്റായി ഞാനതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ തിന്നാൻ കേക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മാറ്റി ശേഷം ഈ കേക്ക് ഞാൻ നമ്മുടെ പഞ്ചസാര പാനിയിലോട്ട് ഡിപ്പ് ചെയ്യുവാണ്. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കൊന്ന് കോരി മാറ്റാം. അങ്ങനെ ഇവിടെ നമ്മുടെ പാൽ കേക്കിൻ്റെ സെക്കൻഡ് സെക്ഷൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.